ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ കൃപാസനാമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇങ്ങനെ നിൽക്കാനും സാക്ഷ്യം പറയാനും എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂലൈ 6-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കണം എന്നൊന്നും കരുതി വന്നതല്ല, ചേച്ചിയുടെ കൂടെ കൂട്ടുവന്നതാണ്. എങ്കിലും അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടും എനിക്ക് സപ്ലികളുണ്ടായിരുന്നു. 4 പേപ്പറുകൾ വർഷങ്ങളായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നിയോഗമാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത്. ഞാൻ ഉടമ്പടി അനുസരിച്ച് കാരുണ്യപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ വിഷയങ്ങളും 1 വർഷം കൊണ്ട് തന്നെ 4 സബ്ജക്റ്റുകളും ക്ലിയറായി കിട്ടി. പിന്നെ ഞാൻ 5 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും ശരിയായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് കാരുണ്യപ്രവൃത്തികളിലൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടുത്താണ് ഞാൻ കാരുണ്യപ്രവൃത്തികളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ അവരുടെ തുണികൾ അലക്കാൻ സഹായിക്കുകയും അവർക്ക് മുടി വെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രങ്ങൾ ക്രൈസ്തവരുടെ ഭവനങ്ങളിലും ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എൻ്റെ വിജയമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വിദേശത്ത് പോകാൻ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുകയാണ്. എനിക്കിപ്പോൾ വിസ അടിച്ചിരിക്കുന്നത്. ഞാൻ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷൻ്റെ സാക്ഷിയാക്കാൻ നിവർത്തണമെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ 7-ാം തീയതി എന്ന നിലയിൽ 7-ാമത്തെ പേജിൽ, എൻ്റെ പാസ്പോർട്ടിലെ 7-ാമത്തെ പേജിൽ വിസ അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 7-ാമത്തെ പേജിൽ തന്നെയാണ് വിസ അടിച്ചു വന്നിരിക്കുന്നത്. അച്ഛൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഉടമ്പടി 3 മാസത്തേക്കല്ല, നിത്യത വരെയാണ് എന്ന ഒരു ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് നിത്യത വരെ ഉടമ്പടി പാലിക്കണമെന്നാണ് ആഗ്രഹം. പരിശുദ്ധ അമ്മ എന്നെ അതിന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാൾട്ടയിലേക്കുള്ള പ്രോസസ്സിങ്ങിന് VFS ഇൻ്റർവ്യൂ എന്നൊരു കടമ്പ കടക്കാനുണ്ട്. അത് എല്ലാവർക്കും വളരെയധികം ടഫുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമേ വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. ഇൻ്റർവ്യൂവിന് എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട്. ഈ തവണ എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ അമ്മ വിസ തന്ന് അനുഗ്രഹിച്ചു. അതേസമയം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും യോസഫ് പിതാവിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു.